ലോകത്ത് പലയിടത്തും ഇതുപോലെയുള്ള വിപ്ലവങ്ങൾ നടക്കുന്ന ഓരോ സമയത്തും ചൈന അവരുടെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ പേര് പോലും വെക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മതപരമായ അനുഷ്ഠാനങ്ങളൊക്കെ മറന്നു കളയേണ്ട അവസ്ഥയാണ്. അവർക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ പോലും ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ അനുമതി വേണമെന്നുള്ള സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൈനയുടെ ഒരു ഭരണകൂടത്തിൻ്റെ ആശങ്ക കാരണമാണ് ഇത്തരം ശക്തമായ നടപടികളിലേക്ക് പോകുന്നത്. ഇനി ഇതൊന്നുമല്ല, ലോകത്ത് 14 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് അതിർത്തിയുണ്ട്. അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര അതിർത്തിയും അതേപോലെ സമുദ്ര അതിർത്തിയുമുണ്ട്. ഈ 14 രാജ്യങ്ങളിൽ 11 രാജ്യങ്ങളുമായിട്ട് തർക്കത്തിലാണ് ചൈന. 11 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് ശത്രുതാപരമായ നിലപാടുകൊണ്ട് അതുപോലെ തർക്കങ്ങളുമുണ്ട്. ഈ 11 രാജ്യങ്ങളിൽ ഭാരതം തീർച്ചയായിട്ടും ഉണ്ട്. ഭാരതം പോലെ ഒരു വലിയ രാജ്യമുണ്ട്. ഭാരതത്തോടൊപ്പം ഏറ്റവും ചെറിയ രാജ്യമായ ഭൂട്ടാനുമായിട്ട് പോലും ചൈനയ്ക്ക് തർക്കമുണ്ട്. മറ്റ് രാജ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ജപ്പാനുണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ബ്രൂണൈ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, മലേഷ്യയുണ്ട്, തൈവാനുണ്ട്. തൈവാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഓൺഗോയിങ് ഡിസ്പ്യൂട്ടാണ്. ഇത് കൂടാതെ വൻ രാഷ്ട്രങ്ങളായ റഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും അവർക്ക് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുണ്ട്. ഈ തർക്കങ്ങളെല്ലാം വരുന്നത് ചൈനയുടെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അരക്ഷിതാബോധത്തിൽ നിന്നാണ്. അതാണ് ചൈന എല്ലാവരോടെയും ഈ തർക്കം കാണുന്നത്. അങ്ങനെയുള്ള ചൈന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഓരോ രാജ്യ സന്ദർശനവും ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അതിന് കാരണവുമുണ്ട്. ഇപ്പോൾ ഈ 2026 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട ലോക നേതാക്കന്മാരാരൊക്കെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2026 പ്രധാനമന്ത്രി കണ്ട ലോക നേതാക്കന്മാർ മലേഷ്യ ആദ്യത്തേതാണ്. മലേഷ്യ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 2026 അദ്ദേഹം മലേഷ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അൻവർ ഇബ്രാഹിമുമായിട്ട് കസാക്കിസ്ഥാനിൽ പോയി. കസാക്കിസ്ഥാനിലെ ബെക്ടനോവുമായിട്ട് അദ്ദേഹം ഡിഫൻസ്, സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാർ ഒപ്പിട്ടു. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലകളുടെ ഒരു വലിയ വൈവിധ്യം തന്നെ തുറന്നു കൊടുക്കുന്ന ചർച്ചയാണ് കസാക്കിസ്ഥാനുമായിട്ടുണ്ടായത്. അതിനുശേഷം ഭൂട്ടാനുമായിട്ട്, ജപ്പാനുമായിട്ട്, സൗത്ത് കൊറിയയുമായിട്ട്, അങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയുമായിട്ട് പ്രധാനമന്ത്രിയുടെ ചർച്ചയും മുന്നോട്ടുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന കാര്യമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ചൈനയുമായി അതിർത്തിയുണ്ട് എന്നുള്ളതും ഈ രാജ്യങ്ങൾക്കെല്ലാം ചൈനയുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില തർക്കങ്ങളുണ്ട് എന്നുള്ളതുമാണ്.